അടുത്തിടെയാണ് ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് തന്റെ പഴയ ക്ലബ്ബായ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചെന്ന വാർത്തകൾ വന്നത്. എന്നാൽ ഹാർദിക്കിനെ ടീമിലെത്തിക്കാൻ ഗുജറാത്ത് തയ്യാറായിരുന്നെങ്കിലും ഇദ്ദേഹം മുന്നോട്ട് വെച്ച ചില ഉപാധികൾ അവർ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഗുജറാത്തിന്റെ മാനേജ്മെന്റ് ഹാർദിക്കിനെ തിരികെ കൊണ്ടുവരാൻ സമ്മതിച്ചത്. ഗില്ലും ഈ ട്രേഡിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ തനിക്ക് വീണ്ടും ഗുജറാത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം നൽകണമെന്ന നിബന്ധന ഹാർദിക് മുന്നോട്ട് വെച്ചതോടെ ഗുജറാത്ത് മാനേജ്മെന്റ് അത് നിരസിക്കുകയായിരുന്നു. ഇതോടെയാണ് നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടത്. എന്നാൽ ഹാർദിക് പാണ്ഡ്യ നേരിട്ട് മറ്റ് ഫ്രാഞ്ചൈസികളുമായി ഇത്തരം ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും മുംബൈ ഇന്ത്യൻസ് വഴി മാത്രമേ എന്തും നടക്കൂ എന്നും താരത്തിന്റെ വക്താവ് പറഞ്ഞിരുന്നു. ഇതിനിടെ ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയും ഈ ക്യാപ്റ്റൻ സ്ഥാനമാണ് ഹാർദിക്കിനെ പ്രശ്നമായി മാറുന്നത്. ഗെയ്ക്വാദിന് പിന്നാലെ സഞ്ജു സാംസനെ ക്യാപ്റ്റൻ ആക്കാനാണ് ചെന്നൈ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഹാർദിക്കിനെ അവർ എടുക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും മുംബൈ ഇന്ത്യൻസിന്റെ ഫോട്ടോകളെല്ലാം ഹാർദിക് നീക്കം ചെയ്തതോടെയാണ് ഫ്രാഞ്ചൈസി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായത്. ഇപ്പോൾ കോടികളുടെ വിലയുള്ള താരമാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് അവിടേക്ക് നടന്നു കയറിയ ഒരാളാണ് ഹാർദിക്. ഹാർദിക് പാണ്ഡ്യയുടെ പിതാവ് ഹിമാൻഷു പാണ്ഡ്യ ചെറിയ കാർ ഫിനാൻസ് ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. ക്രിക്കറ്റിനോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തന്റെ രണ്ട് മക്കളായ ഹാർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയും ക്രിക്കറ്റിലെ മികവ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതൊരു കരിയറാക്കി മാറ്റാൻ അദ്ദേഹമാണ് ഈ രണ്ടുപേരെയും പ്രോത്സാഹിപ്പിച്ചത്. മക്കളെ പിന്തുണയ്ക്കാൻ തന്റെ ബിസിനസ് അവസാനിപ്പിച്ച അദ്ദേഹം വഡോദരയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നുണ്ടായ ചില സാമ്പത്തിക ഞെരുക്കം ആ കുടുംബത്തെ ബാധിച്ചു. അപ്പോഴും സഹോദരങ്ങൾ രണ്ടുപേരും കഠിനമായ പരിശീലനം തുടർന്നത്. വരുമാനം നേടാൻ ഹാർദിക്കിന്റെ പിതാവ് പലതരം ജോലികൾ ചെയ്തു. ഇതിനിടെ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് 2 തവണ ഹൃദയാഘാതം ഉണ്ടായി. പിന്നീട് 6 മാസത്തിന് ശേഷം 3-ാം തവണയും ഹൃദയാഘാതം വന്നു. എന്നാൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഈ സംഭവങ്ങളെല്ലാം കുടുംബത്തെ ഗുരുതരമായ സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിച്ചു. 3 വർഷക്കാലം വിവിധ ടൂർണമെന്റുകളിൽ കളിച്ച ഹാർദിക്കിന്റെയും കൃണാലിന്റെയും വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. ആ കാലയളവിൽ ഇവർക്ക് സമ്പാദ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരം രൂക്ഷമായ പ്രശ്നങ്ങൾക്കിടയിലും രണ്ടുപേരും കഠിനാധ്വാനം ചെയ്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രശസ്തി നേടിയിരുന്നു. അങ്ങനെ 2015-ൽ മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ വെറും 10 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുന്നു. ഭക്ഷണത്തിന് പോലും പണം തികയാതിരുന്ന ഹാർദിക്കിന്റെയും കുടുംബത്തിന്റെയും ജീവിതം അങ്ങനെ മാറി മറിയുകയാണ് തുടങ്ങിയത്. പണം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് EMI അടക്കാനില്ലാത്തതുകൊണ്ട് ഒളിച്ചുവെച്ച കാറൊക്കെ ഇവർ വീണ്ടും പുറത്തിറക്കിയത്. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ആസ്തി 100 കണക്കിന് കോടികളാണ്. IPL-ൽ മാത്രം 15 കോടിക്ക് മുകളിലാണ് അദ്ദേഹത്തിന്റെ വില. IPL-ന്റെ പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം റിങ്കു സിംഗിനെയും ഹർഷിത് റാണയെയും വിട്ടുകൊടുത്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയെ ടീമിലെത്തിക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തയ്യാറായേക്കും എന്നാണ് പറയുന്നത്. മുൻ ഇന്ത്യൻ താരം K. ശ്രീകാന്താണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.